കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബേബി എസെൻഷ്യൽസ് ആയിരുന്നു ഹോസ്പിറ്റൽ ബാക്ക് പാക്കിങ്ങിൽ പറഞ്ഞത്. ആൻഡ് ഈ പ്രാവശ്യം അമ്മയ്ക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പാക്ക് ചെയ്തിട്ടുള്ളത്, അതായത് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഫസ്റ്റ് തന്നെ ഞാനൊരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ബാഗിൽ, ഇപ്പോൾ ആഫ്റ്റർ ഡെലിവറി ഡോക്ടേഴ്സ് ചോദിക്കുമല്ലോ എന്ത് മീൻസ് OT-യിലേക്കോ അല്ലെങ്കിൽ ലേബർ റൂമിലേക്കോ ഡ്രസ്സ് നമുക്കപ്പോൾ ഇടാനായിട്ട് എന്ത് വേണം, ആ സംഭവങ്ങളൊക്കെയാണ് ഞാൻ ഇതിൽ പാക്ക് ചെയ്തിട്ടുള്ളത്. അതിലൊരു ഫീഡിങ് നൈറ്റി പോലത്തെ ഒരു ഡ്രസ്സുണ്ട്, ഒരു ഫീഡിങ് നൈറ്റി ഉണ്ട്, പിന്നെ ഇന്നർവെയേഴ്സ് ഉണ്ട്, പിന്നെ ഒരു ഡൈപ്പറാണ്, മെറ്റേണിറ്റി പാൻറ്റീസാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അതും ഒന്ന് വെച്ചിട്ടുണ്ട് ഇതിൽ. അത്രമാത്രം ഞാൻ, ബിക്കോസ് അമ്മ ഒക്കെ ആയിരിക്കും ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. ആ സമയത്ത് അവർക്ക് ഇതൊരു ബുദ്ധിമുട്ടാവരുത് തപ്പി നടക്കാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇത് ഒരു വേറെ ബാഗിലാക്കിയിട്ട് മാറ്റി വയ്ക്കുകയാണ്. ദെൻ നെക്സ്റ്റ് ഞാൻ മേടിച്ചിട്ടുള്ളത് ഒരു ടമ്മി ബെൽറ്റ് മേടിച്ചിട്ടുണ്ട്. നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര യൂസ്ഫുൾ ആവുമെന്ന് കേട്ടിട്ടുണ്ട്. സോ ഒരു ടമ്മി ബെൽറ്റ് ഇത് ഞാൻ മീഷോയിൽ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു സ്ലിപ്പേഴ്സ്, ഹോസ്പിറ്റലിൽ പോയിട്ട് ഇടാനായിട്ടൊരു സ്ലിപ്പർ മേടിച്ചിട്ടുണ്ട്. ഇതും മീഷോയിൽ തന്നെയാണ് മേടിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല അതിലൊരു മെറ്റേണിറ്റി പാൻറ്റി വെച്ചിട്ടുണ്ടെന്ന്. എവർഗ്രീൻ ബ്രാൻഡിൻ്റെ മെറ്റേണിറ്റി പാൻറ്റീസാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇപ്പോൾ C-സെക്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് യൂസ്ഫുൾ ആവുമെന്നൊന്നും അറിയില്ല. ഞാൻ മറ്റേ പാഡ് ഫിക്സറും നോർമൽ ടൈപ്പ് പാഡൊന്നും മേടിച്ചിട്ടില്ല, ഇത് തന്നെയാണ് മേടിച്ചിട്ടുള്ളൂ. ഇതിലിപ്പോൾ 10 എണ്ണം ഉണ്ട്. ഇതിൻ്റെ 2 കോംബോ പാക്കായിട്ടാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാനൊരു പാക്കറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ളത് ബ്രസ്റ്റ് പാഡ്സ് ആണ്. ഈ ഡിസ്പോസിബിൾ ആയിട്ടുള്ള ബ്രസ്റ്റ് പാഡ്സ് അല്ല, ഇത് റീയൂസബിൾ ആയിട്ട് നമുക്ക് വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്രസ്റ്റ് പാഡ്സ് ആണ്. ഞാൻ കാണിച്ചു തരാം. കോട്ടൺ മെറ്റീരിയൽ ഒന്നുമില്ല, അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു മെറ്റീരിയലിൽ വരുന്ന ഒരു 2 പേര് ബ്രസ്റ്റ് പാഡ് ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ അത് 2 എണ്ണം. പിന്നെ നമുക്ക് അത്യാവശ്യം ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, സോപ്പ്, പേസ്റ്റ്, ബ്രഷ്, പിന്നെ ഒരു ഡെറ്റോൾ വെച്ചിട്ടുണ്ട്, ഓയിൽ, ഷാമ്പു, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആണ് ഇതിൽ എനിക്കും അമ്മയ്ക്കും വേണ്ടത്. പിന്നെ മേക്കപ്പ് സംഭവങ്ങളൊന്നും ഞാൻ ഇതിൽ ഇതുവരെ വെച്ചിട്ടില്ല, കാരണം ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വെക്കാമെന്ന് വിചാരിക്കുന്നു. ആ ടൈമിൽ എടുക്കുമെന്നൊന്നും അറിയില്ല, ഞാൻ അപ്പം വെക്കാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഇതിൽ ഒരു 4 പേര് ഫീഡിങ് ഫ്രോക്കോ നൈറ്റീസ് പോലത്തെ ഒരു 4 പേര് ഡ്രസ്സ് വെച്ചിട്ടുണ്ട്. ഇത് ഞാനൊരു ഓൺലൈൻ പേജിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ അത് കഫ്താൻ ടൈപ്പ് നൈറ്റീസാണ്. പിന്നെ കുറച്ച് മെറ്റേണിറ്റി ഫീഡിങ് ബ്രാസും അതുപോലെ പാൻറ്റീസും ആണത്. പിന്നെ ഞാൻ എന്താ മേടിച്ചിട്ടുള്ളത്, പിന്നെ ഞാനൊരു നിപ്പിൾ ക്രീം മേടിച്ചിട്ടുണ്ട്, ലെനോലിൻ്റെ ഒരു ചെറിയ 10 ml മേടിച്ചിട്ടുണ്ട്. ക്രാക്ക് വരികയാണെങ്കിൽ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് ഇതിൽ വെച്ചിട്ടില്ല. അപ്പം അത്രയൊക്കെ തന്നെയാണ് എനിക്ക് വേണ്ടി ഞാൻ മേടിച്ചിട്ടുള്ളൂ. പിന്നെ ഒരു 6 ബാത്തും മേടിച്ചിട്ടുണ്ട്, അത് ഇതിൽ കൊള്ളില്ല, അത്യാവശ്യം വലിപ്പമുള്ളൊരു 6 ബാത്തും മേടിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ ബേബി എസെൻഷ്യലൊക്കെ വെച്ച് നോക്കുമ്പോൾ അമ്മയ്ക്ക് വേണ്ടി ഞാൻ അധികമൊന്നും മേടിച്ചില്ല.